ഹായ്, എൻ്റെ പേര് ശ്വേത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ B2 ടെൽക്ക് എക്സാമിനേഷൻ പാസ്സായി. ഈ വരുന്ന 27th ജർമ്മനിലോട്ട് ഫ്ലൈ ചെയ്യാൻ നിൽക്കുകയാണ്. ഞാനൊരു കാർഡിയക് സോണോഗ്രാഫർ ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ജർമ്മനിയിൽ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നും അറിയാൻ പറ്റിയതും പിന്നെ ഹെൻറി സാറിന്റെ ഒരു വെബിനാർ കാണാനിടയായതും. അങ്ങനെയാണ് ഞാൻ എനേബിളിൽ എത്തുന്നത്. എനേബിളിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് വിദ്യാ മാമിനെ പറ്റിയായിരിക്കും. A1 മുതൽ B2 വരെയും ഞങ്ങളെ പഠിപ്പിച്ചത് വിദ്യാ മാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ലെവൽ എന്താണെന്ന്, ഞങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ മാമിന് നന്നായിട്ട് അറിയാണ്ടായിരുന്നു. എക്സാമിന്റെ സമയത്താണെങ്കിൽ പോലും മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് എനിക്ക് ടെൻഷൻ ഇത്തിരി കൂടുതലായിരുന്നു. കാരണം എനിക്കിപ്പോ 23 വയസ്സായി, ഡിഗ്രി കഴിഞ്ഞു, ഡിപ്ലോമ കഴിഞ്ഞു. ഇനി ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എങ്ങാനും ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷൻ ഇത്തിരി അധികം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ മാമിന് എപ്പോഴും മെസ്സേജ് അയക്കായിരുന്നു. മാം എന്നെ എപ്പോഴും കൂളാക്കും. മാം കുഴപ്പമില്ല, നിനക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടും, കിട്ടിയില്ലെങ്കിൽ ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മാമാണ് പഠിപ്പിച്ചത്. എന്നെ പോലെ ഇപ്പൊ വയസ്സ് കഴിഞ്ഞു, 20 വയസ്സായി അല്ലെങ്കിൽ 23 വയസ്സായി, ഇനി പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ഇവരെക്കാട്ടിലും നമുക്കും പറ്റും. അധികം വൈകിട്ടില്ല, കറക്റ്റ് ടൈമാണ്. ഇങ്ങോട്ട് പോരെ, ഇവര് നമ്മുടെ കൂടെ ഉണ്ട്. പഠിക്കുന്നത് തൊട്ട് ജർമ്മനിയിൽ എത്തുന്നവരേക്കും നമ്മുടെ കൂടെ ഉണ്ടാവും.